ക്ഷീരകർഷകരുടെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. കുന്നന്താനം മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പാലിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ വർധനയുണ്ട്. മിൽമയ്ക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ക്ഷീരസംഘങ്ങൾ വഴി വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ്, വിവാഹ ധനസഹായം, ഇൻഷുറൻസ് പദ്ധതി, കാലിത്തീറ്റ സബ്സിഡി, കന്നുകുട്ടി പരിപാലനം, കിടാരി പാർക്ക്, ക്ഷീരഗ്രാമം പദ്ധതി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി. സംസ്ഥാനത്തെ മുഴുവൻ പശുക്കൾക്കായുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയും ഉടൻ ആരംഭിക്കും. കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള ചട്ടം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിഷാംശമുള്ള കാലിത്തീറ്റ ഇറക്കുമതി ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മൃഗാശുപത്രിക്ക് സ്വന്തം കെട്ടിടമില്ലാത്തിടത്ത് പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തിയാൽ നിർമ്മാണത്തിന് വകുപ്പ് ഫണ്ട് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ ഇന്ന് തന്നെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ 2 മൃഗാശുപത്രി, ഒന്ന് തറക്കല്ലിടിയിലും ഒന്ന് പണി പൂർത്തീകരിച്ച മൃഗാശുപത്രിയുടെ ഉദ്ഘാടനവും ഇന്ന് കഴിഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ വീണ്ടും പണി തുടങ്ങുവാനുള്ള പുതിയ മൃഗാശുപത്രിയാണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. 60 ലക്ഷം രൂപയാണ് നമുക്കതിന് അനുവദിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട MLA നിരന്തരം ഉന്നയിക്കുന്ന ഒരാവശ്യമായിരുന്നു അത് ഏതായാലും വളരെ പെട്ടെന്ന് ഈ വർഷത്തെ ഫണ്ട് വരുമ്പോൾ നിർബന്ധപൂർവം തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഇത് നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിച്ചു. ശോചനീയമായ കെട്ടിടങ്ങൾ യഥാസമയം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്നും അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA പറഞ്ഞു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതിയവ നിർമ്മിക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. മൃഗാശുപത്രിക്ക് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം മനസ്സിലാക്കിയാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാവുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ S. സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി. മൃഗസംരക്ഷണ വകുപ്പ് അനുവദിച്ച 60 ലക്ഷം രൂപയിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ, കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം CK ലതാകുമാരി, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CN മോഹനൻ, കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK മധുസൂദനൻ നായർ, സ്ഥിരം സമിതി അധ്യക്ഷരായ VS ഈശ്വരി, VC മാത്യു, മിനി ജനാർദ്ദനൻ, കുന്നന്താനം മൃഗാശുപത്രി സർജൻ ഡോക്ടർ പ്രീതി മേരി എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.